അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ തിയറി പാർട്ടിലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മളെ ചാപ്റ്ററിന്റെ പേര് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചലനം അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നേർരേഖ ചലനം അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന് റെസ്റ്റ്, രണ്ടാമത്തത് മോഷൻ, പിന്നെ വെലോസിറ്റി, ആക്സിലറേഷൻ, പിന്നെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചില ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇത്രയേ ഈ ചാപ്റ്ററിലുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ശരിക്ക് പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നോക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിച്ച പല ടേമുകളും നിങ്ങൾ നേരത്തെ 9ാം ക്ലാസ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റെസ്റ്റും മോഷനുമാണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിശ്ചലാവസ്ഥ അല്ലെ. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചലനാവസ്ഥ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥ, മോഷൻ എന്ന് പറഞ്ഞാൽ ചലനാവസ്ഥ. അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചതാ. അപ്പൊ എന്താ റെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്. ഒരു വസ്തു അതിന്റെ സ്ഥലം ചേഞ്ച് ചെയ്യാതിരിക്കുക. വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളുമായിട്ട് നോക്കുമ്പോൾ. അപ്പൊ ഇതിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് പറയാം. മോഷൻ എന്ന് പറഞ്ഞാലോ ഒബ്ജക്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. ഒരു വസ്തു അതിന്റെ ചുറ്റുപാടുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ സ്ഥലം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഷനിലാണ്. ഒരു എക്സാമ്പിൾ, നിങ്ങളെ വീട് റെസ്റ്റിലാണോ മോഷനിലാണോ? റെസ്റ്റിലല്ലേ. നിങ്ങളെ വീട് റെസ്റ്റിലാണ് അല്ലെ. നോർമൽ കേസിൽ വീടൊക്കെ റെസ്റ്റിലാണ്. ബട്ട് വലിയ പ്രളയങ്ങളൊക്കെ വന്നാല് അല്ലെ, ഭൂകമ്പങ്ങളൊക്കെ വന്നാല് നമ്മളെ വീട് എന്ത് ചെയ്യും? മോഷനിലേക്ക് എത്തും. പിന്നെ നമ്മൾ ആ വീട്ടിൽ താമസിക്കണോ? വേണ്ട അല്ലേ. അപ്പൊ നോക്ക, വേറൊരു എക്സാമ്പിൾ. നിങ്ങളെ സിറ്റുവേഷനോ, നിങ്ങളിപ്പോ റെസ്റ്റിലാണോ മോഷനിലാണോ? ഇപ്പൊ നിങ്ങൾ റെസ്റ്റിലാണ് അല്ലെ. കാരണം ഇപ്പൊ ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ. ചിലപ്പോ അതിന്റെ ഇടയിലും മോഷനിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ കൂടുതൽ ആളുകൾ റെസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. അതേസമയം നമുക്ക് സ്കൂളിൽ ക്ലാസ് ഒക്കെ തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ നിങ്ങൾ ലോക്ക്ഡൌൺ ആയിട്ട് ഫുള്ള് വീട്ടിൽ തന്നെയാണ്, നിങ്ങൾ റെസ്റ്റിലാണ് അല്ലേ. ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ തുടങ്ങിയാൽ നിങ്ങൾ മോഷനിലേക്ക് എത്തി. ക്ലിയർ അല്ലേ. അപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണാതെ പഠിക്കാം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്. മോഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. ഇനി നമുക്ക് ഇവിടെ പറയേണ്ട ഒരു പോയിന്റ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത പോയിന്റ് നോക്കുക. നോട്ട് റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. റെസ്റ്റും മോഷനും റിലേറ്റീവ് ആണ്. എന്താ റിലേറ്റീവ് എന്ന് പറഞ്ഞാല്, ഒരു വസ്തു ഒരാൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ റെസ്റ്റിലാവാം, വേറൊരാൾക്ക് ആ വസ്തുവിനെ നോക്കുമ്പോൾ ചിലപ്പോൾ മോഷനിലാവാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, നിങ്ങളും നിങ്ങളെ ഫ്രണ്ട്സും കൂടി ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കാം. നിങ്ങളും നിങ്ങളെ ഉറ്റ സുഹൃത്തും കൂടി ഒരു ബസ്സില് ഡബിൾ സീറ്റില് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ നോക്കുമ്പോ ഫ്രണ്ട്സ് റെസ്റ്റിലാണോ മോഷനിലാണോ? നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടി ബസ്സിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നിങ്ങളെ തൊട്ടടുത്ത സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ സുഹൃത്തിനെ നോക്കുമ്പോ സുഹൃത്ത് എന്താ? റെസ്റ്റിലാണ് അല്ലെ, നിങ്ങളുമായിട്ട് നോക്കുമ്പോ. അതേസമയം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാൾ നോക്കുമ്പോയോ ബസ്സിന്റെ സ്പീഡിൽ മൂവ് ചെയ്യാണ് അല്ലെ. അപ്പൊ
നിങ്ങളും നിങ്ങളെ സുഹൃത്തും എന്താണ് മോഷനിലാണ്. എവിടുന്ന് നോക്കുമ്പോ? ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാള് നിങ്ങൾ നോക്കുമ്പോ. അതേസമയം നിങ്ങൾ നിങ്ങളെ തൊട്ടടുത്തുള്ള ആള് നോക്കുമ്പോ എന്താ? റെസ്റ്റിലാണ് അല്ലേ? അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, രണ്ട് ബസ് ഓവർടേക്ക് ചെയ്യാന്ന് ഒരു ബസ് വേറെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാന്ന് വിചാരിക്കാം. നിങ്ങളൊരു ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാം. അപ്പൊ പിറകിലുള്ള ബസ് നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ നിങ്ങളെ ബസ്സിന്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. അപ്പൊ രണ്ട് ബസ്സും റോഡിലൂടെ പാരലൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. എന്താ സംഭവിക്കാം? ആക്സിഡന്റ് ഉണ്ടാവും അല്ലേ? സാധാരണ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ മറ്റേ വാഹനം പെർമിഷൻ കൊടുത്തില്ലേ, ഓട്ടോമാറ്റിക്കലി ആക്സിഡന്റ് ഉണ്ടാവും. അപ്പൊ നോക്കുക, ഈ രണ്ട് ബസ്സും ഇങ്ങനെ പാരലൽ ആയിട്ട് ട്രാവൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ബസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഫസ്റ്റ് ബസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ബസ്സിലെ പാസഞ്ചർ നോക്കുമ്പോൾ രണ്ടും ബസ്സും ഒരേ സ്പീഡിലാണെങ്കിൽ രണ്ടാമത്തെ ബസ്സിലെ പാസഞ്ചർ നിങ്ങളുമായിട്ട് നോക്കുമ്പോ എന്താ? റെസ്റ്റിലാണോ മോഷനിലാണോ? റെസ്റ്റിലാണ് അല്ലേ? അതേസമയം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാൾ നോക്കുമ്പോയോ രണ്ട് ബസ്സും ഓക്കെ. ഈ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റെസ്റ്റ് എന്താണ്, മോഷൻ എന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞത് റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് അല്ലേ? ഒരാള് നിങ്ങളെ വീടിനെ നോക്കുകയാണ്, നിങ്ങളെ വീട് റെസ്റ്റിലാണ്. അതേസമയം ഒരാൾ നോക്കുന്നത് ബഹിരാകാശത്തു നിന്നാണ് നിങ്ങളെ വീടിനെ നോക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ മൂണിന് നിങ്ങളെ വീടിനെ നോക്കുകയാണ്, ചന്ദ്രന് നിങ്ങളെ വീടിനെ നോക്കുകയാണ്. അപ്പൊ നിങ്ങളെ വീട് റെസ്റ്റിലാണോ? അല്ല, എർത്തിന്റെ കൂടെ ഇങ്ങനെ മോഷനിലാണ്. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാല് എവിടുന്ന് നോക്കുന്ന ആളാ അതായത് ഒരു ഒബ്സർവറെ ഡിപ്പെൻഡ് ചെയ്യും. നോക്കുന്ന ആള് എവിടെയാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളെ ശ്രദ്ധിക്കുന്ന മോഷൻ ഒബ്സർവ് ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യും. ഫിസിക്സിൽ പറയുമ്പോൾ ഒബ്സർവറെ ഡിപ്പെൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് എന്ന് പറയും. ഇനി നമ്മൾ ഇവിടെ ഫിസിക്സിൽ പഠിക്കുന്ന വേറെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മള് പോയിന്റ് ഒബ്ജക്റ്റ്. ഏതാണ് പോയിന്റ് ഒബ്ജക്റ്റ്? പോയിന്റ് നമുക്കറിയാം. പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ലൊക്കേഷൻ, അതിനെ പറയുന്നതാണ് പോയിന്റ് അല്ലേ? വളരെ ചെറിയൊരു ഭാഗം, അതിനാണ് നമ്മൾ പോയിന്റ് എന്ന് പറയാം. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ വസ്തുക്കൾ. അപ്പൊ ഇത് ഫിസിക്സിൽ ഉപയോഗിക്കുന്ന, നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് ഇത് പറയുന്നത്? If the distance traveled by an object is much greater than its size, then the object is considered as a point object. എപ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക? ആ വസ്തു സഞ്ചരിച്ച ദൂരം വളരെ കൂടുതലാകുക. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ആ വസ്തുവിന്റെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ പറയാം പോയിന്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാ എക്സാമ്പിൾ? എർത്ത് നിങ്ങൾക്കറിയാം. എർത്ത് ശരിക്കും വലിയൊരു ബോഡിയാണ് അല്ലെ? ഭൂമി മൊത്തം പറയുമ്പോൾ വലുതാണ്. ബട്ട് ഈ വലിയ എർത്തിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. എപ്പം? ഫോർ സ്റ്റഡിയിങ് ഇറ്റ്സ് മോഷൻ അല്ലെ അറൌണ്ട് ദ സൺ. നിങ്ങൾ സണ്ണിന് ചുറ്റും ഇതിന്റെ മോഷൻ കൺസിഡർ ചെയ്താൽ, അതായത് ആസ്ട്രോണമി പഠിക്കുമ്പോൾ നമ്മൾ പറയാം എർത്തും സണ്ണും ഒക്കെ എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. കാരണം എന്താ? ആസ്ട്രോണമിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? എർത്തിന്റെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എർത്തിന്റെ റേഡിയസ് എത്രയാണ് അറിയോ? എർത്തിന്റെ റേഡിയസ് എത്രയാണ്? ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല അല്ലെ? 6400 കിലോമീറ്റർ ആണ്. 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്. ബട്ട് ഈ എർത്തിനെ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഏത് കൺസെപ്റ്റ് പറയുമ്പോൾ? അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം.
ഇപ്പൊ ആസ്ട്രോണമി പറയുമ്പോൾ എർത്തും സണ്ണും അല്ലെ എർത്തും സ്റ്റാറും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ദൂരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ സണ്ണിന്റെ അല്ലെ പ്ലാനറ്റിന്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എർത്തിന് എന്തായിട്ട് എടുക്കാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. A train under journey of several hundred kilometers can be regarded as a point object. ശരിക്കും ഒരു ട്രെയിനിന്റെ ലെങ്ത് എത്രയാ പറയാൻ പറ്റുമോ? നിങ്ങളെ മിക്കവാറും എല്ലാവരും ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ? ട്രെയിനിൽ ട്രാവൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, കുറച്ചു പേരെങ്കിലും ഉണ്ടാവും ട്രെയിനിൽ തീരെ ട്രാവൽ ചെയ്യാത്തവര്. ഇല്ല, എല്ലാരും ട്രാവൽ ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ട്രെയിനിന്റെ ലെങ്ത് എത്ര വരും ഏകദേശം? 100 to 500 meters. Good. ഒരു 500 ബിലോ അല്ലേ? നമുക്ക് ഏകദേശം ആ റേഞ്ച് പറയാം. 500 അത് പിന്നെ ഏത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളൊരു പാസഞ്ചേഴ്സ് ട്രെയിൻ പറയുമ്പോൾ ഒരു ബിലോ 500 അല്ലേ? അപ്പൊ ഈ ട്രെയിൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. എപ്പം ഈ ട്രെയിന് ട്രാവൽ ചെയ്യുന്ന ദൂരം വളരെ കൂടുതലാണ്. several hundred kilometers can be regarded as a point object. ഒരു ട്രെയിന് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ ട്രെയിനിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പൊ കാലിക്കറ്റ് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട്. പേരറിയോ? കാലിക്കറ്റ് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് കേട്ടിട്ടുണ്ടോ? ട്രെയിൻ തീവണ്ടി. ഇപ്പൊ നിങ്ങള് കുറച്ച് ആളുകളൊക്കെ താജ്മഹലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ? ഇല്ല സാർ. വിസിറ്റ് ചെയ്തോ പ്ലീസ്? വിസിറ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? താജ്മഹൽ വിസിറ്റ് ചെയ്തവര്? ഞാൻ പോയിട്ടുണ്ട് സാർ. ആരെങ്കിലും പോട്ടെ. റിയൽ ലൈഫ്, ഇമാജിനറി ലൈഫിലല്ല, റിയൽ ലൈഫില് പോയിട്ടുണ്ട് സാർ. അപ്പൊ നോക്കാം. അപ്പൊ ഒരു ട്രെയിന് നമ്മളെ പോയിന്റ് ഇതാണ്. ഈ മംഗള എക്സ്പ്രസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. എപ്പം ഇത് കാലിക്കറ്റ് നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മളെ പോയിന്റ് ഇതാണ്. എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? എന്താ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ് അവിടെ പറയുന്നുണ്ട്, നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക. ഇഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം അല്ലെ, ട്രാവൽ ബൈ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച, ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തു, ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, ഇറ്റ്സ് സൈസ് എന്ന് പറഞ്ഞാൽ വലിപ്പം. അപ്പൊ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം വളരെ കൂടുതലാകുക ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ആ വസ്തുവിന്റെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ആവുമ്പോൾ ആ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഫിസിക്സിൽ എന്തായിട്ട് എടുക്കാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അതിന് നമ്മൾ 2 എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ആ സിറ്റുവേഷൻ പറയും. അപ്പൊ ബസ്സൊക്കെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തൂടെ? ബസ്സിനെ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ അതിന് ട്രാവൽ ചെയ്യുന്ന ദൂരം പറയണം. ഇപ്പൊ ഒരു ബസ് പിന്നെ 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതേസമയം ഒരു ബസ് കുറച്ച് ദൂരം ഒരു 4 കിലോമീറ്റർ അല്ലെ 5 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ബസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ. ഏതിനെ എടുക്കാം? ഏത് വസ്തുവിനെ എടുക്കാം. ബട്ട് ട്രാവൽ ചെയ്ത ദൂരം എന്തായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അതിന്റെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സർ എത്ര ടൈംസ് ഉണ്ടാ? അത് നമുക്ക് ഒരു പ്രത്യേക ലിമിറ്റ് ഇല്ല. നമ്മളൊരു ഏകദേശം പറയുന്നതേ ഉള്ളൂ. അത് അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. നമ്മളെ കണ്ടീഷൻ ഇതാണ്.
മച്ച് ഗ്രേറ്റർ എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അത് എത്ര അതിന്റെ ഒരു ലിമിറ്റ് എക്സാക്ട് ലിമിറ്റ് പറയുന്നില്ല. ഓക്കെ സർ. ഇനി നോക്കുക, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയേണ്ടത് മോഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഈ 1 ഡയമെൻഷണൽ മോഷൻ എന്നാണ് ഇതിനെ പറയാ. ശരിക്കും 1 ഡയമെൻഷണൽ മോഷൻ ഉണ്ട്, 2 ഡയമെൻഷണൽ മോഷൻ ഉണ്ട്, അതേപോലെ 3 ഡയമെൻഷണൽ മോഷൻ ഉണ്ട്. 3 ടൈപ്പ് മോഷൻ ഉണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ ഉണ്ട്, 2 ഡയമെൻഷണൽ മോഷൻ ഉണ്ട്, 3 ഡയമെൻഷണൽ മോഷൻ ഉണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ അപ്പൊ ഈ ചാപ്റ്ററിനെ തന്നെ ചിലപ്പോൾ 1D എന്നും പറയും. 1D അല്ല 1D ഇങ്ങനെ പറയാറുണ്ട്, 1 ഡയമെൻഷൻ. അടുത്ത ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അത് നമ്മൾ 2 ഡയമെൻഷൻ എന്ന് പറയും, 2D എന്ന് പറയും. 3 ഡയമെൻഷണൽ മോഷൻ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ. അത് നമ്മൾ 3D എന്ന് പറയും, ലോസ് ഓഫ് മോഷൻ. നമ്മൾ പറയാറില്ലേ തിയേറ്റർ, 3D തിയേറ്റർ അല്ലേ, ഫുൾ ഡയമെൻഷൻ. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ എന്താ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ വസ്തു എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ, ഒരു നേർരേഖയിലൂടെ ചലിക്കണം. അങ്ങനെയാണെങ്കിൽ അതേത് മോഷനാണ്? 1 ഡയമെൻഷണൽ മോഷനാണ്. ഈ 1 ഡയമെൻഷണൽ മോഷൻ നമ്മൾ പറയുന്ന വേറെ ഒരു പേരാണ് റെക്റ്റിലീനിയർ മോഷൻ. 1 ഡയമെൻഷണൽ മോഷനെ പറയുന്ന വേറെ ഒരു പേരാണ് ഇത് റെക്റ്റിലീനിയർ മോഷൻ. ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നെ കുറെ പേരുകൾ ഉണ്ടാവും അല്ലേ? നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു പേരുണ്ടാവും, ക്ലിയർ അല്ലേ? നിങ്ങളെ റെക്കോർഡിക്കൽ ആയിട്ടുള്ള ഒരു പേരുണ്ടാവും, സ്കൂളിലൊക്കെ രജിസ്റ്ററിൽ ഉള്ള ഒരു പേര്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേറൊരു പേരുണ്ടാവും അല്ലേ? മിനിമം എല്ലാവർക്കും 3 പേരുണ്ടാവും. യെസ് ഓർ നോ? യെസ് സാർ. യെസ് സർ. കുറെ പേരുകളുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും മിനിമം പേരുണ്ടാവും. അപ്പൊ 1 ഡയമെൻഷണൽ മോഷനിൽ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഇത് റെക്റ്റിലീനിയർ മോഷൻ. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ മോഷൻ ശ്രദ്ധിക്കുക. എന്താ 2 ഡയമെൻഷണൽ മോഷൻ? 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് മൂവ്സ് ഇൻ എ പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഏതാ? പ്രതലം. ഒരു പ്രതലത്തിലൂടെയാണ് വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ അതേതാണ്? 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പൊ 3 ഡയമെൻഷണൽ മോഷനോ? 3 ഡയമെൻഷണൽ മോഷന് ഏതാണ്? ഒബ്ജക്ട് മൂവ്സ് ഇൻ സ്പേസ്. സ്പേസിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏതാണ്? 3 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോ മോഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതലത്തിലൂടെ. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? സ്പേസിലൂടെ. അപ്പൊ 3 ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ പറയൂ. ബോളിന്റെ മോഷൻ, ഫുട്ബോളിലെല്ലാം. ഫുട്ബോളില് അല്ലേ? ഫുട്ബോളിലുള്ള മോഷൻ പറയാം. പിന്നെ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? സാധാരണ നമ്മളെ ഒബ്ജക്റ്റ് ഒക്കെ മൂവ് ചെയ്യുന്നത്, തേനീച്ച മൂവ് ചെയ്യുന്നത് അല്ലേ? തേനീച്ച സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണോ? തേനീച്ച നിങ്ങളെ അടുത്തേക്ക് കുത്താൻ വരികയാണ്, എങ്ങനെ? സ്ട്രെയിറ്റ് ലൈനിലാണോ വരിക? അല്ല. അല്ല അല്ലേ? അവിടെ 3 ഡയമെൻഷനില, ഏതിലെയും വരാം. ഇനി നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ്, ഇതിൽ ഓരോന്നിലും നമ്മൾ ഒരു പോയിന്റും കൂടി വിട്ടുപോയി, ശ്രദ്ധിക്കുക. 3 ഡയമെൻഷൻ മോഷൻ എടുക്കുക. 3 ഡയമെൻഷണൽ മോഷൻ നിങ്ങൾക്ക് കാണാം, all the 3 coordinates are required to specify the position of the objects. 2 ഡയമെൻഷനിൽ നിങ്ങൾക്ക് കാണാം 2 coordinates are required to specify the position of object. അപ്പൊ ഞാൻ ഈ 2 ഡയമെൻഷൻ ആദ്യം പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വസ്തു 2 ഡയമെൻഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 2 കോർഡിനേറ്റ് വേണം, എക്സും വൈയും. അപ്പൊ അവിടെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യുക എങ്ങനെയാ? 2, 3.
അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് മാർക്ക് ചെയ്യും. എക്സ് കോമ വൈ. ഇങ്ങനെ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചില്ലേ പൊസിഷൻ? ഇല്ല ഉണ്ട് സാർ. ഇല്ലേ? അപ്പൊ രണ്ട് കോർഡിനേറ്റ് വേണം. കാരണം ഒരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ രണ്ട് ആക്സിസ് വേണം. എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. അപ്പൊ പൊസിഷൻ പറയണമെങ്കിൽ രണ്ട് കോർഡിനേറ്റ് വേണം. സ്പേസിലാണെങ്കിൽ എത്ര കോർഡിനേറ്റ് വേണ്ടി വരും? ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാട്ടോ, 2,3. സ്പേസിലാണ് എത്ര കോർഡിനേറ്റ് വേണം? 3 coordinates. അല്ലെ? എക്സും വൈയും സെഡും വേണം. 1 ഡയമെൻഷനിലാണെങ്കിൽ എത്ര കോർഡിനേറ്റ് മതി? 1 coordinate. ഒന്നില്ലേ? അത് എക്സ് ആവാം, വൈ ആവാം, അല്ലെങ്കിൽ സെഡ്, ഏതും ആവാം. കറക്റ്റ്? ഏതെങ്കിലും ഒന്നേ പറ്റും. എവിടെ? ഒന്ന് മതി. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. നോക്കുക, 1 ഡയമെൻഷണൽ മോഷനിൽ നിങ്ങൾക്ക് കാണാം, only one coordinate is required to specify the position of the object. ഒരു വസ്തുവിന്റെ ലൊക്കേഷൻ പറയാൻ എത്ര കോർഡിനേറ്റ് മതി? ഒരു കോർഡിനേറ്റ് മതി. എവിടെ? 1 ഡയമെൻഷണൽ മോഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലോ നോക്കൂ, 2 ഡയമെൻഷണൽ മോഷനിൽ എത്ര കോർഡിനേറ്റ് വേണം? 2 coordinates are required to specify the position of the object. അല്ലേ? 3 ഡയമെൻഷണൽ മോഷനിലാണെങ്കിലോ 3 coordinates are required. 3 കോർഡിനേറ്റ് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഒരു വസ്തുവിന്റെ പൊസിഷൻ പറയാൻ. ഏത് മോഷനിൽ? 3 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷനിൽ 1 മതി. 2 ഡയമെൻഷണൽ മോഷനിൽ 2 കോർഡിനേറ്റ് വേണം. 3 ഡയമെൻഷണൽ മോഷനിൽ 3 കോർഡിനേറ്റ് വേണം. ഇതൊക്കെ അല്ലേ? Yes, sir. ഇനി നമുക്ക് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് എന്തായാലും ബോർഡ് എക്സാമിൽ ചോദിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നാണ്, ശരിക്കും ശ്രദ്ധിക്കാം. 2 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പാത്ത് ലെങ്ത്. ഡിസ്റ്റൻസിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് പാത്ത് ലെങ്ത്. രണ്ടാമത്തത് നമുക്ക് പഠിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെ 2 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അപ്പൊ നോക്കുക, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താ? ദൂരം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ സ്ഥാനാന്തരം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരം. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ്? ഫസ്റ്റ് നോക്കുക, ഡിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. ഒരു ബോഡി യഥാർത്ഥത്തിൽ സഞ്ചരിച്ച ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഓഫ് ദ ഒബ്ജക്ട്. ഒരു വസ്തുവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് ലൈൻ എടുക്കുക. ഫസ്റ്റ് ലൈൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്. പോസിറ്റീവ് എക്സ്, ഈ എൻഡില് നെഗറ്റീവ് എക്സ്. ഓക്കെ, ഇത് ഒറിജിൻ ആണ്. നമ്മൾ ഓന്ന് മാർക്ക് ചെയ്ത് ഒറിജിൻ. ഒറിജിൻ ആണ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്, കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ആ തുടക്കമുള്ള പോയിന്റ് അല്ലെ? സ്റ്റാർട്ടിംഗ് ഒറിജിൻ. ഇനി നോക്കുക, ഞാനൊരു വസ്തു എടുക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ്. അത് 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ശ്രദ്ധിക്കണേ, 4-ലെത്തി. 4 തിരിച്ച് സഞ്ചരിക്കാം. തിരിച്ച് സഞ്ചരിച്ച് 2-ലെത്തി. അപ്പൊ ഏതാ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എ ആണ് അല്ലെ? തുടങ്ങിയ പോയിന്റ്. ഏതാണ് എൻഡിങ് പോയിന്റ്? ബി ആണ്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. എന്ന് നേരെ എക്സ് ആക്സിസിൽ 4ലേക്ക് പോയി, അവിടുന്ന് തിരിച്ച് നേരെ ബിയിലേക്ക് വന്നു. ഓക്കെ ആണോ? അപ്പൊ ഈ കേസില് നമ്മൾ ഇപ്പൊ പഠിച്ചത് പ്രകാരം ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്?
ആരെങ്കിലും ഒരാൾ പറയൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന്റെ കൺസെപ്റ്റ്, തിയറി എന്താ? ഇതാ 7 centimeter. അല്ലേ, യഥാർത്ഥ ദൂരം. അപ്പൊ എത്രയാ വരിക? ഡിസ്റ്റൻസ് 5 അല്ലേ? 5. ഡിസ്റ്റൻസ് 5. അപ്പൊ നോക്കുക, കിട്ടാത്ത ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഡിസ്റ്റൻസ് എ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, എ എന്ന് ഇവിടെ എത്തി. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു? 2 മീറ്റർ. ദെൻ 3-ലെത്തി. അപ്പൊ എത്രയായി? സോറി, എന്ന് 2-ലെത്തിയ എത്ര മീറ്ററാ? 1 അല്ലേ? 1 2-ലേക്ക് എത്തുന്നത്. അപ്പൊ 1. പിന്നെ നമ്മൾ 3-ലേക്ക് എത്തി. അപ്പൊ എത്രയായി? 2. 4-ലേക്ക് എത്തി. എത്ര മീറ്റർ ആയി? 3 meter. 3-ലേക്ക് എത്തി. എത്രയായി? 4 meter. ബിയിലേക്ക് എത്തി. അപ്പൊ എത്രയായി? 5. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 5 മീറ്റർ ആണ്. ക്ലിയർ ആണോ? അല്ലേ? ഡിസ്റ്റൻസ് 5 അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പറയേണ്ട ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പൊ നമ്മൾ ഏതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏതാണ് നമ്മളെ എൻഡിങ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് ബി ആണ്. ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, ഏറ്റവും 1 meter. ദൂരം എത്രയാ? 1 meter. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് ഒരു വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച ദൂരം, അതാണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഈ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്ന് പറയും. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോറി, 2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻഡിങ് പോയിന്റ് 5 ആണ്. അപ്പൊ നോക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നത് എ, എൻഡ് ചെയ്യുന്നത് ബി. അപ്പൊ പറയൂ, എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? Distance 3. Displacement 3. Distance 3. ഡിസ്റ്റൻസ് എത്രയാ? 3 meter. Distance 3. 4 എന്ന് 5 ഉണ്ട്. അപ്പൊ എത്രയാ? ഡിസ്റ്റൻസ് 3 ആണ്. 3 centimeter. 3 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബി ആണ് എൻഡിങ്. അപ്പൊ എ എന്ന് ബിയിലേക്കുള്ള ദൂരം, ഏറ്റവും കുറഞ്ഞ ദൂരം, അത് ഏത് തന്നെയാണ്? 3 അല്ലേ? ഓക്കെ. അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞു, ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു അല്ലേ? ഇനി നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഒരു ഫോർമുലയാണ്. ഡിസ്പ്ലേസ്മെന്റിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? If x1 be the position at time t1 and x2 is the position at time t2, then the displacement നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഡെൽറ്റ എക്സ് എന്നുള്ള സിമ്പലാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ഏതാണ്? ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് നമ്മൾ എങ്ങനെ എഴുതാം? x2 മൈനസ് x1. x2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫൈനൽ പൊസിഷൻ. x1 ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഫൈനൽ എക്സ് കോർഡിനേറ്റ്. x1 എന്ന് പറഞ്ഞാലോ ഇനീഷ്യൽ എക്സ് കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ x1 എത്രയാണ്, x2 എത്രയാണെന്ന് പറയൂ.
Sir, x1 ആ one. x1 എത്രയാണ്? One. 1 അല്ലേ? One. അല്ലേ? x2 ഏതാ? x2 two. 2 അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഏതാ? x2 മൈനസ് x1 One. എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ നമ്മള് ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല പഠിച്ചു. എന്താ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല? x2 മൈനസ് x1. അപ്പൊ ഇത് x2 എന്ന് പറഞ്ഞാൽ ഫൈനൽ x കോർഡിനേറ്റ്, x1 എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള x കോർഡിനേറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. സ്കാലാർ ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ വെക്ടർ ക്വാണ്ടിറ്റി. രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? സ്കാലാർ ക്വാണ്ടിറ്റിയും ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റിയും ഉണ്ട്. അത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ അല്ലേ? അപ്പൊ ഫിസിക്സില് രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. സ്കാലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത അവിടെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആണ് വരിക. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആണ് വരിക. ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ പറയാ വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ്. ഇത് രണ്ടും നിങ്ങൾ മോഷൻ ഇൻ എ പ്ലെയിൻ, അതായത് അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് നോക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി പറയുമ്പോൾ അവിടെ എന്തും കൂടി പറയണം? ഡയറക്ഷനും കൂടി പറയണം. വെക്ടർ ക്വാണ്ടിറ്റി പറയുമ്പോൾ ഏതും കൂടി പറയണം? ഡയറക്ഷനും കൂടി പറയണം. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ദ ഡയറക്ഷൻ ഈസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്കാണ് ഇതിന്റെ ഡയറക്ഷൻ വരിക. അപ്പൊ ഈ ഫസ്റ്റ് ഫിഗറിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? എ എന്ന് ബിയിലേക്ക്. അപ്പൊ എങ്ങോട്ടാ? റൈറ്റിലേക്കാണ് അല്ലേ? ഫസ്റ്റ് കേസിൽ നോക്കാം. ഫസ്റ്റ് കേസിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റിലേക്കാണ്. നമ്മൾ പറഞ്ഞില്ലേ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റിലേക്കാണ്. അപ്പൊ ഏതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? എ ആണ് അല്ലെ? എൻഡിങ് പോയിന്റ് ഏതാണ്? ബി ആണ്. അപ്പൊ എ നിന്ന് ബിയിലേക്കാണ് വരിക. എങ്ങോട്ടാ ഡയറക്ഷൻ വരിക? എ എന്ന് ബിയിലേക്കാണ് വരിക. ക്ലിയർ അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റിലേക്ക്. അതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസ് നമ്മൾ പറയാ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് നിങ്ങൾ മെഷർമെന്റിൽ പഠിക്കുന്നതാണ്. ഏതാണ്? SI യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെയും SI യൂണിറ്റ് ഏത് തന്നെയാണ്? മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും ഏത് തന്നെയാണ്? യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താ? ഡയറക്ഷനും കൂടി വേണം. കറക്റ്റ്. അപ്പൊ ഈ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വെക്ടർ റെപ്രസെന്റേഷൻ പഠിക്കുന്നുണ്ട്. വെക്ടർ റെപ്രസെന്റേഷൻ ശരിക്കും പഠിക്കുന്നത് അടുത്ത ചാപ്റ്ററിലാണ്, മോഷൻ ഇൻ എ പ്ലെയിനിലാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത് വെക്ടർ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ അവിടെ രണ്ട് ഡയറക്ഷനേ ഉള്ളൂ. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഡയറക്ഷനേ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെ? അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡയറക്ഷൻ കാണിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് സൈൻ ഉപയോഗിക്കുക, അല്ലാതെ വെക്ടർ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നില്ല. വെക്ടർ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത് അടുത്ത ചാപ്റ്റർ മുതലാണ്.
അപ്പൊ ഈ ചാപ്റ്ററില് പ്രത്യേകത മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഡയറക്ഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഒന്നെങ്കിൽ പ്ലസ് കൊടുക്കും അല്ലെങ്കിൽ മൈനസ് കൊടുക്കും. അപ്പൊ ഈ ഫസ്റ്റ് കേസിൽ ഒന്ന് നോക്കൂ. ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ പറയും? എ എന്ന് ബിയിലേക്കാണ് അല്ലേ? അപ്പൊ ഈ ഡയറക്ഷനും കൂടി കാണിക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ നമ്മൾ എഴുതാ +1 മീറ്റർ എഴുതാം. അപ്പൊ ഈ പ്ലസ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഡയറക്ഷനെയാണ്. 1 മീറ്റർ അതിന്റെ മാഗ്നിറ്റ്യൂഡും ആണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഒരൊറ്റ എക്സാമ്പിൾ. അപ്പൊ ഈ മൂന്നാമത്തെ കേസ് എടുക്കാം. മൂന്നാമത്തെ കേസില് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ കേസ്. ഒരു ഒബ്ജക്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തു, 3-ലെത്തി. എന്നിട്ട് തിരിച്ചു വരുന്നത് തിരിച്ച് എയിൽ സ്റ്റോപ്പ് ചെയ്തില്ല, എന്നിട്ട് -1 പോയത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ വരിക? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്റ്റൻസ് 6. ഡിസ്റ്റൻസ് നോക്കാം. ഏന്ന് 2-ലേക്ക് എത്തി, അപ്പൊ 1. 2-ന്ന് 3-ലേക്ക് 1, 3-ന്ന് 2 1, 2-ന്ന് 1, അപ്പൊ 4 അല്ലേ? 1-ന്ന് 0 5, 0-ന്ന് -1 6. അപ്പൊ എത്ര മീറ്ററാ സഞ്ചരിച്ച്? 6 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? -2 meter. x2 - x1. x2 എത്രയാ? -1. -1. അപ്പൊ എത്രയാ? -2. ക്ലിയർ അല്ലേ? അപ്പൊ ഈ മൈനസ് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഡയറക്ഷനെയാണ്. ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ടിംഗ് പോയിന്റിന്ന് എൻഡിങ് പോയിന്റിലേക്ക് അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റിന്ന് എൻഡിങ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, എൻഡിങ് പോയിന്റ് എങ്ങോട്ടാ? ബി ആണ്. അപ്പൊ ഇത് ഏത് ഡയറക്ഷനാ? പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണോ നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണോ? Negative x-axis. അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഫൈനൽ റിസൾട്ടിൽ എന്ത് വന്നത്? ഒരു മൈനസ് സൈൻ. കണ്ടോ? -2 മീറ്റർ കണ്ടില്ലേ? അപ്പൊ ഈ മൈനസ് എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡയറക്ഷനെയാണ്. ഓക്കെ അല്ലേ? ശരിക്കും ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വെക്റ്റർ റെപ്രസെന്റേഷൻ ഉപയോഗിക്കണം. അത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഉപയോഗിക്കുന്നത് പ്ലസും മൈനസും കൊടുത്ത് ഡയറക്ഷൻ കാണിക്കാം. പോസിറ്റീവ് എക്സ് ആക്സിസ് ആണെങ്കിൽ പ്ലസ്, നെഗറ്റീവ് എക്സ് ആക്സിസ് ആണെങ്കിൽ മൈനസ് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസിന്റെ പ്രത്യേകത എപ്പോഴും എന്താണ്? ഡിസ്റ്റൻസിന്റെ പ്രത്യേകത ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഓൾവേസ് പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് പ്ലസ് ആണ്, ഇവിടെ ഡിസ്റ്റൻസ് പ്ലസ് ആണ്, ഇവിടെയും ഡിസ്റ്റൻസ് പ്ലസ് ആണ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് വരില്ല, കാരണം ഈ പ്ലസും മൈനസും കൊടുക്കുന്നത് എന്തിനെ കാണിക്കാനാണ്? ഡയറക്ഷനെ കാണിക്കാനാണ്. ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബട്ട് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ താഴെ നോക്കുക. ഡിസ്പ്ലേസ്മെന്റിന്റെ താഴെ ഡിസ്പ്ലേസ്മെന്റ് എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ 0. പോസിറ്റീവ് കേസ് നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് കേസ് പോസിറ്റീവ് ആണ്, രണ്ടാമത്തെ കേസും ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ് അല്ലെ? രണ്ടാമത്തെ കേസും ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. മൂന്നാമത്തെ കേസ് ഡിസ്പ്ലേസ്മെന്റ് എന്താ? നെഗറ്റീവ് അല്ലെ? ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്തുവാ? 0 ആവാം. 0 ആകുന്നതിന് ഒരു എക്സാമ്പിൾ, ഇപ്പൊ എക്സാമ്പിൾ സി, ഈ രണ്ടാമത്തെ ഫിഗറിൽ നോക്കാം. എന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് തിരിച്ച് എയിൽ തന്നെ എത്തി.
അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ വരിക? 0. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും എന്താ? സെയിം ആണ്. അപ്പൊ x2 മൈനസ് x1 എന്താണ്? 0 അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെയാവാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ 0 ആവാം. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് റേസർ അയച്ചു തരും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ തുടക്കം നിങ്ങൾ എല്ലാവരും ശരിക്കും പഠിക്കണം. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ ഹോംവർക്ക് തരും. പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഭാഗം ശരിക്കും ക്ലിയർ ആക്കി മനസ്സിലാക്കി അങ്ങനെ തന്നെ എഴുതി പഠിക്കണം. ശരിക്കും എഴുതി പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മറന്നു പോകുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ്, എല്ലാവർക്കും ഉള്ള വിഷയമാണ് മറന്നു പോകുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? പെന്നും പേപ്പറും എടുക്കുക. എന്നിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഓക്കെ Sir, ആ sir, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എപ്പോഴും ഇനീഷ്യലിന് ഫൈനലിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ? യെസ്, എപ്പോഴും ഇനീഷ്യൽ ടു ഫൈനൽ ആവില്ല. ആ റൈസറെ സാറേ നിങ്ങൾ അടുത്ത ക്ലാസ് 9 മണിക്കാണ്. അതിന്റെ ഇടയില് ഞാൻ വിളിക്കാം നിങ്ങളെ. ഓക്കെ, 8:45 നമ്മളെ മറ്റേ ഇതിലൊന്ന് വെറുതെ ഒന്ന് കയറിയാ മതി. ഞാൻ ലിങ്ക് അയച്ചുതരാം. ആയിക്കോട്ടെ. 9 മണിക്കാണ് ക്ലാസ്. മറ്റേ ക്ലാസ് ഒന്ന് ഇതാക്കിട്ട് സ്കൂളത്തെ ക്ലാസ്. ഷാത്തില് നിങ്ങൾ 8:45 ജസ്റ്റ് കയറിയാ മതി. ഞാൻ പറയാം എന്നിട്ട്. ആയിക്കോട്ടെ. ശരി. ഓക്കെ.